ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കൂടി വരുവാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നിങ്ങളിന്ന് വായിക്കൊണ്ട് പറയണം, ഞാൻ ഇന്ന് കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചിട്ടേ മടങ്ങിപ്പോകത്തുള്ളൂ. അഭിഷേകത്തിൻ്റെ പുതിയൊരു തലത്തിൽ ഞാൻ കയറിപ്പോയി, അങ്ങേ സ്തുതിച്ചിട്ട് ഞാൻ ഇന്ന് പകൽക്കാലം മടങ്ങിപ്പോകും. അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥനയോടായിരുന്നാൽ ചില വലിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ചില വലിയ കൃപാവരങ്ങൾ നിങ്ങൾ പ്രാപിച്ചിട്ടേ മടങ്ങിപ്പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് ചിന്തയ്ക്കെടുത്ത വേദഭാഗം യോഹന്നാൻ അതിൻ്റെ 20-ാം അധ്യായം 21-22 വാക്യങ്ങൾ. യോഹന്നാൻ അതിൻ്റെ 20-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവനും കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നുണ്ട്, 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പിതാവ്, ദൈവം കർത്താവിനെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, ചിലരെ ക്രിസ്തുവിലോട്ട് അടുപ്പിക്കുവാനും, ഹല്ലേലൂയ, ചില രോഗികളെ സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, അന്ധൻ്റെ കണ്ണ് തുറപ്പിക്കുവാനും, ബധിരന്, ഹല്ലേലൂയ, അവന് സൗഖ്യം കൊടുക്കുവാനും, പക്ഷവാത രോഗിക്ക് വിടുതൽ നൽകുവാനും, ഹല്ലേലൂയ, മരിച്ചവനെ ഉയർപ്പിക്കുവാനും, ഹല്ലേലൂയ, ദൈവം കർത്താവിനെ ഈ ഭൂമിയിൽ അയച്ചു. അതുമാത്രമല്ല, ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന, പാപത്തിൽ വീണ് പാപത്തിൽ മരിക്കുന്ന, ഹല്ലേലൂയ, വ്യക്തികളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം വചനം പഠിപ്പിക്കുന്നത് പോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവാകുന്ന ദൈവം ആ പുത്രനാകുന്ന ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചിലരെ കർത്താവിലോട്ട് അടുപ്പിക്കുവാൻ, ഹല്ലേലൂയ, ചിലത് ചെയ്തെടുക്കുവാൻ. ഇന്ന് പകൽക്കാലം വചനം പറയുന്നത് പോലെ, ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ചെയ്തതിൽ അധികം നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. വിശ്വസിക്കണം. ഹല്ലേലൂയ. വചനത്തെ വിശ്വസിക്കണം. അവിടെ 22-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ, ഹല്ലേലൂയ, കൈക്കൊണ്ടാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നിങ്ങളുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരും. നമുക്ക് നോക്കാമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിനെ ഈ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത് നമുക്ക് നോക്കാമെങ്കിൽ മത്തായി അതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. മത്തായി അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിക്കും. ഹല്ലേലൂയ. ഇവിടെ നോക്കാമെങ്കിൽ യേശുവിൻ്റെ മേൽ പകർന്നിരുന്ന ചില ശുശ്രൂഷ വരങ്ങൾ ഇവിടെ യോഹന്നാൻ സ്നാപകൻ ചോദിച്ചു, ഞാൻ ഇനി മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ച് ഒരു ശിഷ്യനെ അയച്ചപ്പോൾ, ഹല്ലേലൂയ, കർത്താവ് ആ ശിഷ്യരോട് പറഞ്ഞ കാര്യങ്ങളാണ്. യേശു ഇവരോട്, കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, എൻ്റെ ശബ്ദം കേൾക്കുന്നു നിങ്ങളോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് പറയുന്നത്, ചില കുരുടന്മാരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും, ഹല്ലേലൂയ, ചില മുടന്തന്മാരെ നടത്തുവാനും, ഹല്ലേലൂയ, ചില ചെകിടരെ കേൾപ്പിക്കുവാനും, ചില മരിച്ചവരെ കൈക്ക് പിടിച്ച് ഉയർപ്പിക്കുവാനും പരിശുദ്ധൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുമ്പോൾ, ഹല്ലേലൂയ, ആ ശക്തിയിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ചിലത് പ്രാപിക്കുവാൻ, ചിലരുടെ മേൽ കൈവയ്ക്കുവാൻ, ചിലരെ പുറത്തെടുക്കുവാൻ, ചിലരോട് സുവിശേഷം അറിയിക്കുവാൻ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ അത്യന്തപരമായ ശക്തി അയക്കുവാൻ
ഓ റബ ഷെഖേമനെ, സർവശക്തനാകുന്ന യഹോവ നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിച്ചാൽ നിന്റെ മേൽ കൃപകളും ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ടു വരും. ഓ ഇവിടെ വചനം പറയുന്നു, കുരുടർ കാണുന്നതും മുടന്തർ നടക്കുന്നതും കുഷ്ഠരോഗികൾ ശുദ്ധമായി തീരുന്നതും ചെകിടർ കേൾക്കുന്നതും മരിച്ചവർ ഉയർക്കുന്നതും ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു ചെന്ന് പറയുവീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ നിങ്ങൾ ഇതുവരെ ഹല്ലേലൂയ കരിക്കട്ടകളായി ഇരിക്കുന്നുവെങ്കിൽ അതിനെ കനലാക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സകല വ്യക്തികളുടെ മേൽ ചലിക്കുകയാണ്. ഹല്ലേലൂയ. കരിക്കട്ടകളെ കനലാക്കി നിങ്ങളെ പുറത്തെടുത്ത് ചിലത് നിങ്ങളുടെ കൈയാൽ നടക്കേണ്ടതിന് നിങ്ങളെ പുറത്തെടുത്ത് പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായി ഇന്ന് പകൽക്കാലം ഒരു അസാധാരണമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. കൈക്ക് പിടിച്ചു പുറത്തെടുക്കുന്ന ചില മേഖലകളുടെ നടുവിൽ നിന്ന്, ചില സാഹചര്യത്തിന്റെ നടുവിൽ നിന്നെ കൈക്ക് പിടിച്ചു പുറത്തെടുക്കുന്ന പകൽക്കാലമാണ്. കൈക്ക് പിടിച്ചു പുറത്തെടുക്കുന്ന ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചില വ്യക്തികളെ ഞാൻ കൈക്ക് പിടിച്ചു പുറത്തെടുക്കും. എൻ്റെ കയ്യിൽ നിന്നൊരു ശക്തി വെളിപ്പെട്ടിട്ട് ഹല്ലേലൂയ നീ കൈവയ്ക്കുന്ന ചില വ്യക്തികളുടെ മേൽ ചില നിലവാരത്തിൽ ഹല്ലേലൂയ വിടുതൽ സംഭവിക്കുവാൻ പോകുന്ന ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ അത്യന്തപരമായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരികയാണ്. ഞാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ചില വ്യക്തികളുടെ കരത്തെ കർത്താവ് ഇങ്ങനെ പിടിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ആ കയ്യിൽ നിന്ന് ഹല്ലേലൂയ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന നിലവാരത്തിൽ ഹല്ലേലൂയ നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ഓ റബ ഷെഖേമനി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ പൂർണ്ണമായി ക്രിസ്തുവിൽ നിയന്ത്രിതമായി മാറേണ്ടതിന്, പൂർണ്ണമായി പരിശുദ്ധാത്മ നിയന്ത്രിതമായി മാറേണ്ടതിന് ഒന്ന് കർത്താവിന്റെ കരങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അത്യന്തപരമായ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് പോലെ കുഷ്ഠരോഗി ശുദ്ധമാക്കുവാൻ, കുരുടരെ കാണിക്കുവാൻ, അവരുടെ കണ്ണ് തുറന്നു കൊടുക്കുവാൻ, ചെകിടർ കേൾപ്പിക്കുവാൻ നിങ്ങളുടെ മേൽ അഭിഷേകത്തെ പകർന്നിട്ട് നിങ്ങളെ പുറത്തെടുക്കുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം വരെ നിങ്ങൾ ചില മേഖലയുടെ നടുവിൽ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ തിളങ്ങുവാൻ കഴിയുന്നില്ല, കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് നേരോടെ നടക്കുവാൻ കഴിയുന്നില്ല, ഞാൻ ഇതുവരെ കരിക്കട്ടയായിരുന്നു. കഴിഞ്ഞ നാളുകൾ ഞാൻ പലവിധമായ കൃപാവരങ്ങൾ ഞാൻ കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചു, ഞാൻ പലവിധമായ ദൈവത്തിൻ്റെ ശക്തി കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ഇതുവരെ ജ്വലിക്കുവാൻ കഴിയുന്നില്ല, ഇതുവരെ എനിക്ക് അഭിഷേകത്താൽ നിറഞ്ഞ് ഹല്ലേലൂയ ജ്വലിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നീ വിഷമിച്ചിരിക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ കരത്തെ പിടിക്ക്, കരിക്കട്ടയെ കനലാക്കുവാൻ കഴിവുള്ള, ഓ ഹല്ലേലൂയ ചത്തതിനെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള, ഓ ഷാഖേമനിയ ലദൂറബാന വർഷം ദമനിയ ഇരുളിൽ നിന്ന് ഹല്ലേലൂയ അത്ഭുത പ്രകാശത്തിലോട്ട് നടത്തുവാൻ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. റാഷേഖേമനിയ. ഞാൻ നോക്കുമ്പോൾ ചില വ്യക്തികളുടെ മേൽ ഒരു അസാധാരണമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് അവന്റെ കരം നിന്റെ തലമേൽ വെളിപ്പെടുക. ഹല്ലേലൂയ. ഓ ഷാലറദൂറബാന വർഷം ദമനിയ അത് ഇന്ന് പകൽക്കാലം നിന്റെ പകൽക്കാലമാണ്. അത് ഇന്ന് പകൽക്കാലം നിന്റെ വിടുതലിന്റെ പകൽക്കാലമാണ്. അത് ഇന്ന് പകൽക്കാലം നിന്റെ ഹല്ലേലൂയ ചില മേഖലയുടെ നടുവിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പകൽക്കാലമാണ്. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു പകൽക്കാലമാണ്. ഓ റബ ഷെഖേമ ലദൂറബാന വർഷം ദമനിയ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ വചനം പഠിപ്പിക്കുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. നമ്മളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കരത്തിലൂടെ ചില രോഗികൾ സൗഖ്യമാകും, നിന്റെ കയ്യിലൂടെ ചില വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. നിന്റെ സംസാരത്തിലൂടെ, നിന്റെ വചന ശുശ്രൂഷയിലൂടെ അനേകം പേർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയാകും. ഓ ഷാഖേമനി. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ, അത് വിശ്വസിച്ച് ഏറ്റെടുത്തോ. ഇത് ആർക്കൊക്കെ
വേണ്ടിയുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതാണ്, ആർക്കൊക്കെ വേണ്ടിയുള്ള. ഓ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ മേൽ അഭിഷേകത്തെ പകർന്നിട്ടുണ്ട്, പക്ഷെ നീ അവിശ്വാസത്തിന് നടുവിലിരിക്കുന്നു. അത് നീ വിശ്വസിച്ചാൽ അത് നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവ് ഹല്ലേലൂയ അളവ് വലുതാണ്. ഇന്ന് പകൽക്കാലം ഒരു അസാധാരണമാകുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. അസാധാരണമാകുന്ന നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ തലങ്ങൾ വലുതാണ്, അഭിഷേകത്തിന്റെ അഗ്നി വലുതാണ്, അഭിഷേകം വലുതാണ്. അത് നീ വിശ്വസിച്ച് അത് ഏറ്റെടുത്താൽ ഓ റബല ദുരബന വർഷംതമനിയ നീ നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, നീ നോക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിന്റെ മുന്നിൽ കിടത്തിയിരിക്കുന്ന സകല രോഗികളെ നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റമന 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 റിബിനിയാൽ വർഷംതമനി അത് പ്രാപിക്കുവാൻ കഴിവുള്ള വ്യക്തികൾ അത് പ്രാപിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന്റെ പകൽക്കാലമാണ്. നിങ്ങളെ അപരിശുദ്ധാത്മാവിനാൽ നിറച്ച് പുറത്തെടുക്കുന്ന റമ റദ റഷെഖേമനിയ റിബിനിയാൽ വർഷംതമനി പുറത്തെടുക്കുന്ന അപ്പോസ്തലന്മാരെ പുറത്തെടുത്തു. ഹല്ലേലൂയ. കർത്താവ് പുറത്തെടുത്തിട്ട് ചില അധികാരങ്ങൾ കൈമാറി, ഭൂതങ്ങളുടെ മേൽ അധികാരം കൈമാറി, രോഗത്തിന്റെ മേൽ അധികാരം കൈമാറി, ചിലതിന്റെ മേൽ അധികാരം കൈമാറി അവരെ പുറത്തയച്ചു. ഇന്ന് പകൽക്കാലം ചില അധികാര ശുശ്രൂഷകൾ ചെയ്യുവാൻ, ചില നിലവാരത്തിൽ അധികാര ശുശ്രൂഷകൾ ഹല്ലേലൂയ നിന്ന് ചെയ്യുവാൻ നിന്നെ കർത്താവ് കണ്ടിരിക്കുമ്പോൾ ഇതുവരെ കരഞ്ഞും തളർന്നും ഹല്ലേലൂയ കണ്ണുനീരിന്റെ നടുവിൽ, ഞെരുക്കത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ആ കർത്താവ് പകർന്ന അഭിഷേകത്തിനെ കനലാക്കുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ, അതിൽ ഹല്ലേലൂയ ദാഹമുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞ എൻ്റെ മേൽ അതിനൊന്ന് കത്തിപ്പിക്കണമേ. ഓ ആ അഭിഷേകത്തെ എന്നിലൊന്ന് കത്തിപ്പിക്കണമേ ചിലത് ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരികയാണ്. ഒരു മേഘം മൂടുന്ന നിലവാരത്തിൽ ചില വ്യക്തികളുടെ മേൽ ഒരു അസാധാരണമാകുന്ന, എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഹല്ലേലൂയ ഒരു അഭിഷേകത്തിന്റെ ഒരു സാന്നിധ്യം വെളിപ്പെട്ട് വരിക. ഓ ഹല്ലേലൂയ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ പ്രസംഗിക്കുവാൻ ഓ ഹല്ലേലൂയ റബശെഖേമനിയ ഇന്ന് പകൽക്കാലം ഒരു അനോയിന്റിങ് ചിലരെ പുറത്തെടുക്കുവാൻ ഓ അപ്പോസ്തലന്മാരായി കണ്ടിരിക്കുമ്പോൾ, ചിലരെ പുറത്തെടുത്ത് പ്രവാചകന്മാരായി കണ്ടിരിക്കുമ്പോൾ, ചിലരെ ഞാൻ ഹല്ലേലൂയ ഉപദേഷ്ടാക്കന്മാരായി കണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നൽകിയിരിക്കുന്ന താലന്തിൽ പ്രയോജനപ്പെടാതെ അതിനെ കുഴിച്ചിട്ടിട്ട് ഇപ്പോഴും മടിയന്മാരെ പോലെ, ഇപ്പോഴും ദൈവമില്ലാത്തവരെ പോലെ നടക്കുന്നത് എന്തിന്? ഓ ഹല്ലേലൂയ കർത്താവ് ചില വ്യക്തികളോട് വിളിച്ചു പറയുക, നൽകിയിട്ടുള്ള താലന്തുകൾ ഹല്ലേലൂയ ഇന്നും കുഴിച്ചിട്ട അവസ്ഥയിലാണെങ്കിൽ കർത്താവിനോടൊന്ന് പറഞ്ഞു, അതെ അപ്പാ ഞാൻ കുഴിച്ചിട്ട അവസ്ഥയിലാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരൊക്കെ ചില കൃപാവരങ്ങൾ ഹല്ലേലൂയ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ കുഴിച്ചിട്ടിട്ട് ഹല്ലേലൂയ അതിൽ പ്രയോജനപ്പെടാതെ നിങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഓ ഹല്ലേലൂയ അതിന് വ്യാപാരം ചെയ്യുവാൻ തുടങ്ങിയാൽ നിന്നെ ഞാൻ മൂർച്ചയേറിയ ഒരു ആയുധമാക്കി, ഷാർപ്പേറിയ ആയുധമാക്കി ഹല്ലേലൂയ ഞാൻ നിന്നെ മാറ്റാൻ പോകുക. ചില മേഖലയുടെ നടുവിൽ ശത്രു നിന്നെ കാണുമ്പോൾ വിറയ്ക്കുന്ന നിലവാരത്തിൽ അവന്റെ അടിസ്ഥാനം കുലുങ്ങുന്ന നിലവാരത്തിൽ ഓ റബലബറ ശംദമനിയ ലദൂറബാന ബർശംദമ റബൽ ഷേഖേമനിയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ചില വ്യക്തികളോട് കർത്താവ് ഇങ്ങനെ പറയുക, ഞാൻ നിന്നെ പുറപ്പെടുവിച്ച് ഹല്ലേലൂയ ചില ദേശങ്ങളിലോട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകും. നിന്റെ കരത്തെ പിടിച്ച് നീ ഇതുവരെ നീ കണ്ടില്ല, നീ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ ഇങ്ങനെയാണ്. പക്ഷേ കർത്താവ് ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ തേജസ് വെളിപ്പെടുമ്പോൾ, കർത്താവിൻ്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ കുടുംബമായി ഞാൻ നിന്നെ പുറത്തെടുത്ത് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ വേലയ്ക്കായി ഓ റബലബറ ഷാദുറബാന ബർശഖേമന
ഹല്ലേലൂയ. അത് പ്രാപിച്ചോ, അത് പ്രാപിച്ചോ, അത് പ്രാപിച്ചോ, അത് പ്രാപിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ പകൽക്കാലമാണ്. ഓ, നിന്റെ മേൽ അത് വെളിപ്പെടുക, അത് വെളിപ്പെടുക, 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 വെളിപ്പെടുക. ഓ റമ റഷേഖേമനിയ റദൂറബാന വർഷംതമന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയുക നിന്റെ മേൽ. ഓ റബലബറ ഷാദൂറബാന വർഷിക്ബേനിയ ലദൂറബാന ഹത്തമനിയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ പൂർണ്ണമായി പുറത്തെടുക്കുന്ന പകൽക്കാലമാണ്. അഭിഷേകത്താൽ നിറയ്ക്കുന്ന പകൽക്കാലമാണ്. വിശ്വസിച്ചു തുടങ്ങിക്കോ, അത് വിശ്വസിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെട്ടിരിക്കുന്നു. വേറൊരുവൻ അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവൻ വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇന്ന് പകൽക്കാലം ചില മേഖലകളിൽ ഹല്ലേലൂയ കർത്താവ് നിന്നെ അഭിഷേകത്താൽ നിറച്ച്, അഭിഷേകത്താൽ നിറച്ച്, അഭിഷേകത്താൽ നിറച്ച്. ഓ റബലബറ ഷെഖേമിനി അലദൂരിബിനി ആലബർഷം തമന. നിന്നെ പുറത്തെടുക്കുന്ന പകൽക്കാലമാണ്. പുറത്തെടുക്കുന്ന, പുറത്തെടുക്കുന്ന, പുറത്തെടുക്കുന്ന. നിന്റെ കൈക്ക് പിടിച്ച്, നിന്റെ കൈക്ക് പിടിച്ച്, കൈക്ക് പിടിച്ച്, കൈക്ക് പിടിച്ച്, കൈക്ക് പിടിച്ച് മാറക്കെ റബന റബന റബല ശംതമ ലദൂറബാന വർഷം തമനിയ. ഒന്ന് വായിക്കാം 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരു പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വ്യക്തികളുടെ മേൽ കർത്താവ് അഭിഷേകത്തെ പകരുന്നത് ഒരേ വരമല്ല. ചിലരുടെ മേൽ ചില കൃപാവരങ്ങൾ. ഇപ്പോൾ രോഗിയെ സൗഖ്യമാക്കുവാൻ നിന്റെ മേൽ അഭിഷേകത്തെ പകരുന്നുണ്ടെങ്കിൽ നിന്റെ അടുത്തുള്ള വ്യക്തിയുടെ മേൽ പകരുന്ന വ്യാഖ്യാനമായിരിക്കും. നിന്റെ മറ്റടുത്തിരിക്കുന്ന വ്യക്തിയുടെ മേൽ പകരുന്ന വീര്യപ്രവർത്തികളുടെ വരമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരുവൻ, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെളിപ്പെട്ട് വരുമ്പോൾ, നിന്റെ മേൽ വെളിപ്പെട്ട് വരുമ്പോൾ ഹല്ലേലൂയ, ചില മേഖലകളുടെ നടുവിൽ ഹല്ലേലൂയ നിന്നെ കെട്ടി വരഞ്ഞിരിക്കുന്ന സകലമാന പ്രശ്നങ്ങളെ കർത്താവ് ഉടച്ചു മാറ്റും. ഹല്ലേലൂയ. ശിംശോന്റെ മേൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ട് വന്നപ്പോൾ അവനെ കെട്ടിയിരുന്ന കെട്ടുകൾ ചണനൂലായതുപോലെ പരിശുദ്ധാത്മാവ് എപ്പോൾ നിന്റെ മേൽ വെളിപ്പെട്ട് വരുമോ അപ്പോൾ നിന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഒന്നാമത് പൊട്ടിമാറ്, രണ്ടാമത് നീ ഒരു അഗ്നിയായി മാറ്. ഹല്ലേലൂയ, ഒരു തീക്കനലായി. ഇതുവരെ അണഞ്ഞിരിക്കുന്ന സ്ഥിതിയിലാണെങ്കിൽ, ഇതുവരെ കത്താൻ കഴിയാതെ ഹല്ലേലൂയ, ഇതുവരെ കരിക്കട്ടിയായിട്ട് ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കർത്താവിനെ ആരാധിക്കുന്നവനാണ്, പക്ഷേ ഹല്ലേലൂയ തിളങ്ങുവാൻ കഴിയാത്ത നിലവാരത്തിലായിരിക്കുന്നുണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലായിരിക്കുന്നുണ്ടോ, കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ കരിക്കട്ടകളല്ല, അത് കനലാകും, കനലാകും, കനലാകും. മറ്റുള്ളവരെ കത്തിക്കുന്ന നിലവാരത്തിൽ, മറ്റുള്ളവരെ ക്രിസ്തുവിലോട്ട് അടുപ്പിക്കുന്ന നിലവാരത്തിൽ, മറ്റുള്ളവരെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വചനം പറഞ്ഞു കൊടുക്കുന്ന നിലവാരത്തിൽ, രോഗികളെ സൗഖ്യമാക്കുന്ന നിലവാരത്തിൽ, ഭൂതങ്ങളെ പുറത്താക്കുന്ന നിലവാരത്തിൽ, വീര്യം പ്രവർത്തിക്കുന്ന നിലവാരത്തിൽ, ഓ ഹല്ലേലൂയ മരിച്ചവനെ പുറത്ത് ഉയർപ്പിക്കുന്ന നിലവാരത്തിൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ തല മാറും, മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ചില വിഷയത്തിന് നടുവിൽ തളർന്നും ക്ഷീണിച്ചും എന്നാൽ ഒന്നിനും കഴിയുന്നില്ല, എനിക്ക് വചനം പ്രസംഗിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് പാടുവാൻ കഴിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ഹല്ലേലൂയ വിഷമത്തിന് നടുവിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ഹല്ലേലൂയ ഭൂമിയുടെ
അങ്ങറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഹല്ലേലൂയ, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഭൂമിയുടെ അങ്ങറ്റം മിങ്ങറ്റം കർത്താവിൻ്റെ സാക്ഷികളായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. അസാധാരണമാകും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. ഒതുങ്ങിക്കൂടിയ സ്ഥാനത്ത് നിങ്ങൾ ഒതുക്കിയ ശത്രുവിൻ്റെ തലയെ തകർത്തുകൊണ്ട് പുറത്ത് നിങ്ങളെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ വചനത്തെ നിന്റെ മേൽ കൈമാറി, ഹല്ലേലൂയ, അഭിഷേകത്തെ കൈമാറി ചില മേഖലകളുടെ നടുവിൽ കർത്താവിൻ്റെ വചന ശക്തിയോടെ വിളിച്ചു പറയുവാൻ ഇതുവരെ പറഞ്ഞിട്ട് ഹല്ലേലൂയ മറ്റുള്ളവർ നിങ്ങളുടെ വചനം കേട്ട് കാണത്തില്ല, മറ്റുള്ളവർ ഹല്ലേലൂയ അതിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചു കാണത്തില്ല. പക്ഷെ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു അധികാരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വന്നാൽ, ഒരു അധികാരം നിങ്ങളുടെ നാവിൻ്റെ മേൽ വെളിപ്പെട്ടു വന്നാൽ, കർത്താവിൻ്റെ വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആ ശക്തി ഇറങ്ങിച്ചെന്ന്, ആ വചനത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെന്ന് ഹല്ലേലൂയ അവരെ ക്രിസ്തുവിലോട്ട് അടുപ്പിക്കുന്ന നിലവാരത്തിൽ ഹല്ലേലൂയ ആ വചനം ചെന്നെത്തപ്പെടും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കണം. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ മേൽ അഭിഷേകത്തെ എൻ്റെ മേലൊന്ന് പകരണമേ. ഹല്ലേലൂയ. എലീശയ്ക്ക് ദാഹമുണ്ടായിരുന്നു. അവൻ ഏലിയാവിൻ്റെ പുറകെ നടന്നു. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ ഇരട്ടി ചോദിച്ചു വാങ്ങി. അങ്ങനെ ദാഹമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ എലീശനെ തകർക്കുവാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ അവൻ തളർന്നു പോകാതെ ഹല്ലേലൂയ അവൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഹല്ലേലൂയ നദി, ആ ചെങ്കടൽ ഒക്കെയും അവന് വലുതായിരുന്നു. പക്ഷേ അവിടെ തളർന്നു പോകാതെ അവൻ പ്രാപിക്കേണ്ടത് പ്രാപിച്ചിട്ട് തിരിച്ചു വന്നു. ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ ദാഹത്തോടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത്, ദാഹമുള്ളെടുത്ത് കർത്താവിൻ്റെ ശക്തിയെ പകരം. ഹല്ലേലൂയ. എപ്പോഴും കുഴിഞ്ഞു കിടക്കുന്ന നിലങ്ങളിൽ മാത്രമേ വെള്ളം നിറയത്തുള്ളൂ. ഹല്ലേലൂയ. പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ഹല്ലേലൂയ തടത്തിലോ റോഡിലോ ഒന്നിലോ വെള്ളം നിറയത്തില്ല. എവിടെയാണ് കുഴിഞ്ഞു കിടക്കുന്നത്, എവിടെയാണ് ദാഹമുള്ളത്, അവിടെ അഭിഷേകത്തെ പകരുവാൻ, അവിടെ ദൈവത്തിൻ്റെ ശക്തിയെ പകരുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് കർത്താവിനോടൊന്ന് പറയണം, അപ്പാ എൻ്റെ മേൽ ആ ശക്തിയെ ഇന്ന് പകൽക്കാലം പകരണം. ഞാൻ ഇതുവരെ ഹല്ലേലൂയ ഇതുവരെ ഞാൻ അപ്പാ എനിക്ക് നൽകിയിട്ടുള്ള താലന്തുകളിൽ ഹല്ലേലൂയ അതിന് വ്യാപാരം ചെയ്യുവാൻ കഴിഞ്ഞില്ല. എനിക്ക് അങ്ങ് പലവിധമായ താലന്തുകൾ തന്നിട്ടുണ്ട് പിതാവേ. ആ താലന്ത് ഞാൻ ഇതുവരെ വ്യാപാരം ചെയ്യാതെ അതിനെ കുഴിച്ചിട്ടിട്ട് ദൈവമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഞാൻ ആയി നടക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ ഒരു അഭിഷേകത്തെ പകരണമേ, ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ ഒരു കൃപയെ പകരണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ദൈവത്തിൻ്റെ ശക്തി, അളവറ്റ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ കർത്താവ് പകരും. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത്, അതുപോലെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്നാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒന്ന് ഞാനല്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന ചിലത് പ്രാപിക്കുവാൻ, ചില നന്മകൾ പ്രാപിക്കുവാൻ, ചില അഭിഷേകങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. ഹല്ലേലൂയ. ഇതുവരെ നിങ്ങൾക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ലയോ, ഇതുവരെ നിങ്ങൾക്ക് ഹല്ലേലൂയ അഭിഷേകത്താൽ നിറയുവാൻ കഴിഞ്ഞിട്ടില്ലയോ, എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് ചോദിക്കണം, അത് ചോദിച്ചു വാങ്ങിക്കണം. ഹല്ലേലൂയ. ഒരു അപ്പനോടും ഒരു അമ്മയോടും മക്കൾ ഹല്ലേലൂയ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നത് പോലെ നമ്മുടെ അപ്പനാകുന്ന ഹല്ലേലൂയ നമ്മുടെ ദൈവമാകുന്ന നമ്മുടെ ഹല്ലേലൂയ കൂട്ടുസഹിയാകുന്ന ദൈവത്തോട് നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. അപ്പാ എനിക്ക് ഈ അഭിഷേകം വേണം, ഈ കൃപാവരം എനിക്ക് വേണം, ഈ ദൈവശക്തിയിൽ നിറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മേൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം നിറയ്ക്കണമേ, ആ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം എന്നിൽ നിറയ്ക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ ചോദിച്ചാൽ ഹല്ലേലൂയ. പണ്ടൊക്കെ ഹല്ലേലൂയ നമ്മൾ ചോദിക്കുമായിരുന്നു, അപ്പാ എനിക്ക് അത് വേണം. പക്ഷേ വചനം പഠിപ്പിക്കുന്നുണ്ട് ഹല്ലേലൂയ നിങ്ങൾ ദാഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്നാൽ നിങ്ങളുടെ ദാഹത്തെ മാറ്റുന്ന നിലവാരത്തിൽ നീരുറവയെ തുറക്കുവാൻ അവൻ സർവശക്തനാണ്. ആ കർത്താവ് സർവശക്തനാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ എവിടെയാണ് ദാഹത്തോടെ ആയിരിക്കുന്നത്, എവിടെയാണ് ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹത്തെ ഹല്ലേലൂയ ആഗ്രഹത്തെ മാറ്റി ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ് നിങ്ങളുടെ മേൽ പകരുവാൻ
അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരുവാൻ. ഓ കർത്താവ് സർവശക്തനാണ്. പത്രോസ് എങ്ങനെയായിരുന്നു? അവൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അവന് മീൻ പിടിക്കുവാനും അറിയാം, വള്ളം ഹല്ലേലൂയ കഴുകുവാനും അറിയാം, വല കുത്തി തയ്ക്കാനും അറിയാം. അങ്ങനെ ആയിരുന്നൊരു വ്യക്തിയെ ഹല്ലേലൂയ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവൻ ആക്കുമെന്ന് പറഞ്ഞത് ഹല്ലേലൂയ എങ്ങനെയാണ്? ഇന്ന് പകൽക്കാലം അവൻ്റെ മേൽ ഒരു അധികാരത്തെ കൈമാറി അവനെ പുറത്തെടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ചില അധികാരത്തെ കൈമാറി നിങ്ങളെ പുറത്തെടുക്കുവാൻ. ഇതുവരെ ഹല്ലേലൂയ ചില മേഖലയുടെ നടുവിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വചനം സംസാരിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ, മറ്റുള്ളവരോട് ഹല്ലേലൂയ ക്രിസ്തുവിനെ വിളിച്ചു പറയുവാൻ പറ്റാത്ത നിലവാരത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഹല്ലേലൂയ വചനം പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നില്ല. അങ്ങനത്തെ സ്ഥിതിയിലായിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. അപ്പാ എൻ്റെ മേൽ അഭിഷേകത്തെ പകരണമേ. ഇവിടെ വചനം പറയുന്നത് പോലെ എഫേസ്യർ അതിൻ്റെ 3-20 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നാൽ, ആ ഉയരത്തിലുള്ള ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നാൽ നമുക്ക് പലതും അസാധ്യമെന്ന് തോന്നും. ഹല്ലേലൂയ പലതും കഴിയത്തില്ല ഹല്ലേലൂയ എന്ന് അസാധ്യമെന്ന് തോന്നുന്ന സ്ഥാനത്ത് നിങ്ങളുടെ മേൽ പരിവർത്തിക്കുന്ന, നിങ്ങളുടെ മേൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന് സകലതും കഴിയും. ഹല്ലേലൂയ ചില പാസ്റ്റർമാർ കണ്ടിട്ടില്ലയോ ഹല്ലേലൂയ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നത്? കാലില്ലാത്തവർക്ക് കാല് വരുന്നത് എന്തുകൊണ്ടാണ്? അവർ വിശ്വസിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവം ഈ ലോകത്തെ നിർമ്മിച്ചവനാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവം എന്നെ വഴി നടത്തുന്ന ദൈവം അവൻ സർവശക്തനാണ്, ഒരു വാക്കുകൊണ്ട് സകലനെ വിളിച്ചു വരുത്തിയവനാണ് എന്ന് അവർ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ചില രോഗത്തോട് കൽപ്പിക്കും, രോഗമേ വഴിമാറുക. ഹല്ലേലൂയ ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാല കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്നാൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി ഒന്ന് കർത്താവെ എന്നൊന്ന് പണിയണമേ, കർത്താവെ അഭിഷേകത്താൽ എന്നൊന്ന് നിറയ്ക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്നാൽ ഹല്ലേലൂയ നിങ്ങളെ നിറയ്ക്കുന്ന സർവശക്തൻ നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. നമ്മളെ നിറയ്ക്കുന്ന ഹല്ലേലൂയ നമ്മളെ നിറയ്ക്കുന്ന. പക്ഷേ നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ട് ഞാൻ ആരാധിക്കുമ്പോൾ അവർക്ക് തടസ്സമാകുമോ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശബ്ദം കൂടുമ്പോൾ അവർക്ക് തടസ്സമാകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നാൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ കുരുടൻ എങ്ങനെയാണ് നിലവിളിച്ചത്? അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുവാൻ പറഞ്ഞിട്ട് പോലും അവൻ പിന്നെയും അതി ഉച്ചത്തിൽ കർത്താവിനെ നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആ ശബ്ദം കേട്ട് കർത്താവ് അവൻ്റെ അടുക്കൽ ചെന്നതുപോലെ ഇന്ന് പകൽക്കാലം ഒരു ദാഹമുള്ള വ്യക്തിയുണ്ടെങ്കിൽ, നിലവിളിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തിയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തിയുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്ന പ്രാർത്ഥിച്ചു തുടങ്ങിയ നിന്റെ മേൽ അസാധാരണമാകുന്ന നിലവാരത്തിൽ അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പിനെ പകരുവാൻ, അഭിഷേകത്തിൻ്റെ ഒരു സാന്നിധ്യത്തെ പകരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം സർവശക്തനാണ്.